അപ്പു സ്റ്റിച്ചിങ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. കുറച്ച് നാളുകളായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കോട്ടൻ്റെ മെറ്റീരിയലായിരുന്നു ഇത്. മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ചൂടുകാലമൊക്കെ അല്ലേ, അതുകൊണ്ട് എപ്പോഴും തയ്ക്കുന്നതിൽ നിന്നും ഒരു വെറൈറ്റി ആവട്ടെ എന്ന് കരുതി ചെയ്തതാണ്. ഇങ്ങനെ പുറത്തുള്ളവർ തയ്ക്കാൻ തരുമ്പോഴത്തേനും എപ്പോഴും ചിന്തിക്കും, എനിക്കും ഇങ്ങനെയൊക്കെ തയ്ച്ചിടണം, എന്തെങ്കിലുമൊക്കെ അടുത്ത പ്രാവശ്യം തയ്ക്കുമ്പോഴത്തേനും എന്തെങ്കിലും മോഡലാക്കാം, അല്ലെങ്കിൽ ഒരു വെറൈറ്റി തയ്ക്കാം എന്നൊക്കെ ചിന്തിക്കാറുണ്ടെങ്കിലും ഒന്നും നടക്കാറില്ല. എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം എന്തായാലും ഒരു മാറ്റം വരുത്തിയേക്കാമെന്ന് കരുതി. ചൂടുകാലവും കൂടെ ആണല്ലോ, അപ്പോൾ കോട്ടൻ്റെ ഈ തുണി കൊണ്ട് ഇങ്ങനെ ഒരു മോഡൽ ചെയ്തേക്കാമെന്ന് കരുതി ചെയ്തെടുത്തതാണ്. പറഞ്ഞു വിഷു ഇങ്ങെത്തിയല്ലേ, ചൂട് നന്നായി കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തൊരു ചൂടല്ലേ. ഈ ചൂടുകാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക, കോട്ടൻ്റെ വസ്ത്രങ്ങളൊക്കെ തയ്ക്കാനാണ് പരമാവധി ശ്രദ്ധിക്കുക. ഇതൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും ഒരു ഫംഗ്ഷനോ മറ്റോ ഒക്കെ പുറത്ത് പോകുമ്പോഴത്തേനും ഒന്ന് തിളങ്ങി നിൽക്കണമെന്ന് ആഗ്രഹിക്കാത്തവരാരാ ഉള്ളത് അല്ലേ. എന്തായാലും ഏത് സൈസ് തുണിയാണേലും നമുക്ക് അതിനകത്ത് അടിപൊളിയായിട്ട് ഒരു മോഡൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനാദ്യം വേണ്ടത് ടോപ്പിൻ്റെ മെറ്റീരിയലും പാൻറ്റിൻ്റെ മെറ്റീരിയലും സെപ്പറേറ്റ് ആയിരിക്കണം. അതായത് വ്യത്യസ്ത ഡിസൈനുകളുള്ളതായിരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പാൻറ്റിൻ്റെ പീസ് കൊണ്ട് യോക്ക് പോർഷനിൽ എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുത്ത് നമുക്ക് ടോപ്പ് അടിപൊളിയാക്കാനും അത് ഒരു വെറൈറ്റി ആക്കാനും നമുക്ക് സാധിക്കും. എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ ചെയ്ത ഒരു ഡിസൈനാണിത്. ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ടോപ്പിൻ്റെ ആദ്യമേ ബാക്ക് ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റിയെടുത്തു. ഈ കട്ട് ചെയ്ത പീസ് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ നേരത്ത് അത് ബാക്ക് പീസ് കട്ട് ചെയ്തത് ഫ്രണ്ട് പീസിൻ്റെ മേലെ ഭാഗത്ത് വെച്ച് ഒരു 4 ഇഞ്ച് നമ്മൾ മുറിക്കാത്ത ഭാഗത്തുനിന്ന് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് വേണം ഫ്രണ്ട് പീസിൻ്റെ മേലെ ഈ ബാക്ക് പീസ് വെച്ച് കൊടുക്കുമ്പം ഈ 4 പീസ് വിട്ട ഭാഗം അത് കട്ട് ചെയ്ത് പോകാതിരിക്കാനായിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അതായത് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ 4 അതിൽ കൂടുതലോ നമ്മുടെ തുണിയുടെ അനുസരിച്ച് മടക്കി കൊടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. മടക്കുള്ള ഭാഗം ഉള്ളിലേക്ക് മടക്കിയെടുക്കുക. ഓപ്പൺ ചെയ്ത ഭാഗമാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ഓപ്പൺ അല്ലാത്ത ഭാഗം ആദ്യമേ ബാക്ക് പീസിൻ്റെ കഴുത്ത് വെട്ടുന്നതിൻ്റെ ആ വശം ബാക്ക് പീസിൻ്റെ ഉള്ളിലേക്ക് 4 ഇഞ്ച് കൂട്ടി എടുത്തതിന് ശേഷം അത് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾക്ക് സ്ലീവിൻ്റെ അവിടെ കൈക്കുഴിയും വണ്ണവും അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് മാറ്റി ഈ പീസ് ബാക്ക് പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പീസ് നമ്മൾക്കെടുത്ത് അതിനെയാണ് നമ്മൾ ഇനി കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഈ ഡിസൈൻ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുപോലെ കട്ട് ചെയ്യാനേ പാടില്ല. ബാക്ക് പീസ് ആദ്യം കട്ട് ചെയ്തെടുത്തത് മാറ്റി വെച്ചതിന് ശേഷം വേണം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ. ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ നേരത്ത് ഫ്രണ്ട് പീസിൽ ഒരു 4 അതിൽ കൂടുതലോ ഭാഗം മടക്കി വെച്ചതിന് ശേഷം വേണം ബാക്ക് പീസ് അതിൻ്റെ മേലെ വെച്ച് കട്ട് ചെയ്തെടുക്കാൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മൾ ഫ്രണ്ട് പീസിൽ 4 ഇഞ്ച് മടക്കി മാറ്റി വെച്ചില്ലേ, ആ പീസ് ഒഴിവാക്കിയിട്ട് അത് നമ്മൾ കണക്ക് കൂട്ടണ്ട, അത് ഒഴിവാക്കിയിട്ട് അപ്പുറത്തെ ഉള്ള വശത്തു നിന്ന് വേണം നമ്മളുടെ നെക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തി ഇത് രണ്ടും ഒരുപോലെ വെച്ചതിന് ശേഷം നെക്ക് നമ്മൾ മാറിപ്പോകാതിരിക്കേണ്ട അവിടെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി അവിടെ നിന്നാണ് നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നത്. നെക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് പീസ് എടുത്ത് മാറ്റി വെച്ച് ഇനി ഫ്രണ്ട് പീസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ടിൽ ഒരു 13 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ നെക്കിന് അടയാളപ്പെടുത്തിയിട്ടില്ലേ, ആ 3 ഇഞ്ചാണ് നമ്മൾ നെക്കിന് അടയാളപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ അതിനേക്കാളും ഒരു 1-1.5 ഇഞ്ചും കൂടെ നീട്ടി വേണം അപ്പുറത്തെ സൈഡിലേക്ക് മാർക്ക് ചെയ്യാൻ. അതായത് നെക്കിൻ്റെ വീതി 3 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 1-1.5 ഇഞ്ചും കൂടെ കൂട്ടി വേണം മാർക്ക് ചെയ്യാൻ. അവിടുന്ന് മാർക്ക് ചെയ്ത് താഴെ 13 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അവിടുന്ന് 4.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു 1.5 ഇഞ്ച് കുറച്ച് ഒരു 3 ഇഞ്ചിൽ താഴെ മാർക്ക് ചെയ്യുക. എന്നിട്ട് മേലേന്ന് താഴേക്ക് നമ്മൾ ഒരു ഗ്ലാസിൻ്റെ ഷേപ്പ് വരുന്ന രീതിയിൽ നമ്മൾ ചെരിച്ച് മാർക്ക് ചെയ്യുക.
നെക്കിൻ്റെ മേൽഭാഗം 4.5 ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ താഴ്ഭാഗം 3 ഇഞ്ചേ അടയാളപ്പെടുത്താവുള്ളൂ. ഈ താഴെ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തുനിന്ന് മേലേക്ക് നമ്മളൊരു ലൈൻ വരച്ച് അവിടേക്ക് മാർക്ക് ചെയ്തു. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത ഭാഗം ഒരു ഗ്ലാസിൻ്റെ ഷേപ്പിൽ കിട്ടും. അത് നമ്മൾ ഈ 4 ഇഞ്ച് നമ്മൾ തുണി വിട്ടിട്ടില്ലേ, അതും കൂടെ കൂട്ടി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിന് 4 ഇഞ്ച് നമ്മൾ കൂട്ടി എടുത്ത വശത്തിൻ്റെയും കൂടെ കൂട്ടി മേലേക്ക് 4.5 ഇഞ്ച് നെക്കിൻ്റെ വിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന അതും കൂടെ കൂട്ടി കട്ട് ചെയ്ത് എടുത്തു മാറ്റി. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയ കട്ട് ചെയ്ത് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിലാണ് നമ്മളിനിയും പെയിൻറ്റ് പീസ് കൊണ്ട് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ അധികമായി എടുത്തിരിക്കുന്ന ഈ 4 ഇഞ്ച് വശത്തിൻ്റെ അവിടെയാണ് നമ്മൾ ഞുറി ഇട്ട് കൊടുത്താണ് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമ്മളുടെ പെയിൻറ്റ് പീസ് സെപ്പറേറ്റ് കളറായിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ സെപ്പറേറ്റ് കളറായിരിക്കുന്ന ഈ പീസ് കൊണ്ടാണ് നമ്മൾ നേരത്തെ ടോപ്പിന് 4.5 ഇഞ്ച് നെക്ക് വിഡ്ത്തും 13 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് മാറ്റിയല്ലോ. ആ പീസിൻ്റെ അവിടെ ആ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യാൻ പോകുന്നത് ഈ പീസ് കൊണ്ടാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ആ പീസ് കളയാതെ ആ പീസ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഒന്നുകൂടി പറയാം, നമ്മൾ നേരത്തെ 4.5 ഇഞ്ചും 13 ഇഞ്ചും ലെങ്ത്തിൽ നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് മാറ്റിയില്ലേ, ആ പീസ് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അത് നേരെ വെച്ച് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിൽ കാണിച്ചതുപോലെ ഈ പീസ് ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഈ ലെവലിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ആ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പിനും കൂടെ കൂട്ടിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നു. അത് 2 തുണി വേണം മടക്കി വെക്കാൻ. അതായത് 2 തുണി എടുത്തിട്ട് വേണം അത് മടക്കി എടുത്തിട്ട് ആ പീസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. കട്ട് ചെയ്തെടുത്തത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റി. ഇനി ഇതിൽ ആണ് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തേണ്ടത്. നമ്മളുടെ നെക്ക് അടയാളപ്പെടുത്താൻ പോകുന്നതാണ്. ഇതിലാണ് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തുന്നത്. നമ്മൾ 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്തി. 6 ഇഞ്ച് എനിക്ക് 6 ഇഞ്ചാണ് വേണ്ടത്. 6 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്യുവാണ്. ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് നമ്മൾക്കിഷ്ടമുള്ള മോഡലിൽ നമുക്കെടുക്കാം. ഞാനിവിടെ വി നെക്ക് പോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇത് 2 പീസാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ 2 പീസ് പോലെ എടുത്തിരിക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ ഇതേപോലെ ഇങ്ങനെ ചെരിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്തെടുത്ത് മാറ്റുക. 2 പീസ് എടുത്തിട്ടുണ്ടല്ലോ, ആ 2 പീസും നേരെ വെച്ച് ഇതുപോലെ വെച്ചെടുത്തിട്ട് ഇങ്ങനെ അപ്പുറം ഇപ്പുറയും കൂടെ വെച്ച് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വേറെ ഒരു ലൈനിങ് പീസിൻ്റെ കൂടെ എടുത്തിട്ട് ഇത് നെക്ക് ജോയിൻ ചെയ്യുക. അപ്പുറം ഇപ്പുറയും പൈപ്പിംഗ് വെച്ച് ജോയിൻ ചെയ്തിട്ട് ഇത് മേലെ വെച്ച് ഇങ്ങനെ ചെയ്തെടുത്തിൽ നമ്മൾക്ക് ഇഷ്ടമനുസരിച്ച് ലേസോ കെട്ടോ എന്ത് മോഡൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ പാൻറ്റ് പീസ് കൊണ്ട് കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തെടുത്ത് വെച്ചിരുന്നില്ലേ, ഈ പീസിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും കൂടെ കൂട്ടി നേരെ താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മൂല വരുന്ന വശത്തുനിന്ന് ഇവിടുന്ന് ഇങ്ങനെ കുത്തി നിർത്തി ചെരിച്ച് ഈ സൈഡിലേക്ക് നമ്മൾ 4 ഇഞ്ച് എടുത്തില്ലേ, ആ വശത്തേക്ക് ഞുറിയിട്ട് ആണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഇതിൻ്റെ മേലെ 3 വശവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ കൂടെ പതിപ്പിച്ചടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ലേസിൻ്റെ സൈഡിൽ കൂടെ ലേസിൽ കൊള്ളാത്ത രീതിയിൽ ആ സ്റ്റിച്ച് ചെയ്ത് പതിച്ചടിച്ചതിന് ശേഷം നമ്മൾ ഈ ഞുറിയിട്ട ഭാഗം ഒന്ന് അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് അത് അവിടെ ഇരിക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഞാൻ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇതിന് ശേഷം നമുക്ക് സാധാരണ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പോലെ ഷോൾഡറും ജോയിൻ ചെയ്ത് സ്ലീവ് പിടിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല മനോഹരമായ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. നല്ല രസമില്ല ഇങ്ങനെ ചെയ്തെടുക്കാൻ. അത് വ്യത്യസ്ത കളറും വ്യത്യസ്ത ഡിസൈനും ഉള്ളതാണെങ്കിലേ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. ഇതേപോലെ നല്ലൊരു വീഡിയോയുമായി ഇനി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.